വെൽക്കം ടു മൈ ചാനൽ ഡെയിലി സ്പീക്കിംഗ് ട്രീ. ഇന്ന് ജ്ഞാനത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്. കയ്പില്ലാത്തൊരു മധുരത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടോ? അതിനർത്ഥം എന്താണെന്നറിയാമോ? എല്ലാ മധുരത്തിൻ്റെ ഒടുക്കം ഒരു കയ്പുണ്ടാകും എന്നതാണ്. തുടക്കത്തിൽ കയ്പാകും, എന്നാൽ പിന്നീട് അത് മധുരമായി മാറുന്ന ഒന്നാണ് ദൈവിക ജ്ഞാനം എന്ന് പറയുന്നത്. ഈ നോമ്പ് കാലത്ത് ഉപവാസത്തിലൂടെ നാം ശരീരത്തെ ഒരുക്കുമ്പോൾ പ്രഭാഷകൻ്റെ പുസ്തകം നമ്മോട് ചോദിക്കുന്നത് ഒരേ ഒരു ചോദ്യമാണ്: നിങ്ങൾ ജ്ഞാനത്തെ പ്രണയിക്കാൻ തയ്യാറാണോ എന്ന്. ജ്ഞാനത്തെ സേവിക്കുന്നവൻ പരിശുദ്ധനായവനെ സേവിക്കുന്നു. പ്രഭാഷകൻ്റെ പുസ്തകം 4-ാം അധ്യായം 14-ാം വചനം. ജ്ഞാനം എന്നത് കേവലം ഒരു അറിവല്ല, അതൊരു ജീവിത ശൈലിയാണ്. പ്രഭാഷകൻ്റെ പുസ്തകം 4-ാം അധ്യായം 11 മുതൽ 18 വരെയുള്ള വചനങ്ങൾ ജ്ഞാനത്തെ ഒരു വഴികാട്ടിയായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഈ നോമ്പ് കാലത്ത് ജ്ഞാനം നമ്മെ 3 ഘട്ടങ്ങളിലൂടെയാണ് പരിവർത്തനപ്പെടുത്തുന്നത്. 1-ാം ഘട്ടം പരീക്ഷണങ്ങളുടെ ഘട്ടമാണ്. ജ്ഞാനം ആദ്യം നമ്മെ നയിക്കുന്നത് ദുർഘടമായ വഴികളിലൂടെയാണ്. അവൾ ഭയത്തിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും നമ്മെ നടത്തും. നമ്മുടെ ജഡികാഭിലാഷങ്ങളെ നിയന്ത്രിക്കാൻ നാം നടത്തുന്ന നോമ്പ് യഥാർത്ഥത്തിൽ ജ്ഞാനം നൽകുന്ന ഒരു പരീക്ഷണമാണ്. 2-ാം ഘട്ടം എന്ന് പറയുന്നത് ആത്മീയ ശിക്ഷണമാണ്. നമ്മുടെ ആത്മാവിൽ പൂർണ്ണ വിശ്വാസം വരുന്നതുവരെ ജ്ഞാനം നമ്മെ നിയമങ്ങൾ കൊണ്ട് ശിക്ഷിക്കും. തെറ്റായ ശീലങ്ങളെ വെടിഞ്ഞ് ക്രിസ്തുവിലേക്ക് അടുക്കാൻ ഈ ആത്മീയ ശിക്ഷണം അനിവാര്യമാണ്. 3-ാം ഘട്ടം എന്ന് പറയുന്നത് രഹസ്യങ്ങളുടെ വെളിപ്പെടുത്തലാണ്. കഠിനമായ പാതകൾ പിന്നിടുമ്പോൾ ജ്ഞാനം സമാധാനത്തിൻ്റെ വഴിയിലൂടെ വന്ന് നമ്മെ സന്തോഷിപ്പിക്കും. അവൾ തൻ്റെ ആഴമേറിയ രഹസ്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരാൻ തുടങ്ങും. നമ്മുടെ പ്രാർത്ഥനകൾ പലപ്പോഴും ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എന്നാൽ ഈ നോമ്പിൽ നമുക്ക് ജ്ഞാനത്തിനായി പ്രാർത്ഥിക്കാം. കാരണം ജ്ഞാനത്തെ മുറുകെ പിടിക്കുന്നവൻ അനുഗ്രഹം അവകാശമാക്കുന്നു. വിട്ടുകൊടുക്കാനും ക്ഷമിക്കാനും സ്നേഹിക്കാനുമാണ് യഥാർത്ഥ ജ്ഞാനം നമ്മെ പഠിപ്പിക്കുന്നത്. അവൾ പറയുന്നത് ശ്രദ്ധിക്കുന്നവൻ ജനതകളെ വിധിക്കും. അവളെ കേൾക്കുന്നവൻ സുരക്ഷിതനായി വസിക്കും. പ്രിയപ്പെട്ടവരെ, ജ്ഞാനത്തിലേക്കുള്ള വഴി പലപ്പോഴും കുരിശിൻ്റെ വഴി പോലെയാണ്. അത് ദുഷ്കരമാണ്, വേദന നിറഞ്ഞതാണ്. പക്ഷേ അതിൻ്റെ അവസാനം ഉത്ഥാനത്തിൻ്റെ പ്രകാശമാണ്. ഈ നോമ്പ് കാലം വെറുമൊരു ഭക്ഷണ ക്രമീകരണം മാത്രമാകരുത്. നേരെ മറിച്ച് അത് ദൈവിക ജ്ഞാനത്തെ പുൽകാനുള്ള ഒരു ആത്മീയ തീർത്ഥാടനമാകട്ടെ. ഓർക്കുക, ജ്ഞാനത്തിൻ്റെ ചുവടുകൾ പിന്തുടരുന്നവൻ വഴിതെറ്റുകയില്ല. കാരണം അവൻ നടക്കുന്നത് പരിശുദ്ധനായവൻ്റെ തണലിലാണ്.